ഹലോ, ഞാൻ ആദ്യമായിട്ട് ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, ലണ്ടനിലേക്കാണോ പോണത്, അവിടെ മൊത്തം മലയാളീസാണെന്ന്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാനും ഒന്നും പറയാൻ പോയില്ല, കാരണം സ്വന്തം നാടല്ലാതെ വേറെ ഒരു സ്ഥലങ്ങളും കാണാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. ഞാനിത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ശരിക്കും ഒരുപാട് മലയാളീസുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത്. നാട്ടിലെല്ലാവരും പറയുന്ന പോലെ ലണ്ടനിൽ എല്ലായിടത്തും ഒരുപാട് മലയാളീസ് ഇല്ല. പക്ഷെ ഈ പോണ സ്ഥലത്ത് ഒരുപാട് മലയാളീസും ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റും ഉണ്ട്. അതാണ് ഈസ്റ്റ് ഹാം. ഇവിടെയാണെങ്കിൽ ഒരുപാട് അമ്പലങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് അമ്പലത്തിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം മെയിനായിട്ട് ഇന്ന് ഞാൻ ഇവിടെ വന്നത് അമ്പലത്തിൽ പോകാനാണ്. ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് 1 അവറിൻ്റെ മേളിലെടുക്കും ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ. പക്ഷേ അത് വേർത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മലയാളി ഭക്ഷണങ്ങൾ കഴിക്കാം. അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും ബിരിയാണി കഴിക്കാനാണ് നമ്മൾ ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാനും കൃഷ്ണയും കോഴിക്കോട് നിന്നായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും ഇടയ്ക്കൊരു ബിരിയാണി കഴിക്കാനുള്ളൊരു ആഗ്രഹം വരാനുണ്ട്. ആ സമയത്ത് നമ്മൾ അപ്പം തന്നെ ഈസ്റ്റ് ഹാം പ്ലാൻ ചെയ്യും. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 5 മണിക്ക് അമ്പലം തുറക്കുള്ളൂ. അപ്പോൾ ആ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശരവണ ഭവനിൽ കയറി ദോശ കഴിച്ചു. ഞാൻ റവ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റവ റോസ്റ്റ്. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി. ഇതൊരു മലയാളി അമ്പലമല്ല, വേറെ ഏതോ ഒരു ഭാഷക്കാരുടെ അമ്പലമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്താന്ന് തന്നെ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്തായാലും അവിടെ പോയപ്പോൾ നല്ലൊരു സമാധാനം കിട്ടി കേട്ടോ. അങ്ങനെ ആ സമാധാനമൊക്കെ ആയിട്ട് നമ്മൾ നേരെ ബിരിയാണി കഴിക്കാൻ പോയി. ബിരിയാണി കഴിക്കാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള അബുവിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോണത് ചായക്കട എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ച ബിരിയാണികളിൽ വെച്ചിട്ട് കോഴിക്കോട് ബിരിയാണി ഏറ്റവും നല്ലതായിട്ട് കിട്ടിയിട്ടുള്ളത് ചായക്കടയിൽ നിന്ന് മാത്രമാണ്. എല്ലാ തവണ ഇവിടെ വരുമ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബിരിയാണിയിലായിരിക്കും എൻഡ് ചെയ്യുക. അതുപോലെ അവരുടെ ഹോർലിക്സും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഹോർലിക്സും ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരി, ബൈ.